ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ക്ലാസ്. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂറിസവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് ആണ്. അപ്പോൾ ടൂറിസം ടെർമിനോളജീസ്, ഫസ്റ്റ് വൺ ടൂറിസം. അപ്പോൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ടെർമിനോളജി ടൂറിസം തന്നെയാണ്. ടൂറിസം ഈസ് എ ഗ്ലോബൽ ഇൻഡസ്ട്രി. ഗ്ലോബലി മീൻസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം ഇൻഡസ്ട്രി. ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ടൂറിസം ഇൻഡസ്ട്രി ഉണ്ട്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ടൂറിസം ഈസ് എ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ടു ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ് ദെയർ പ്ലേസ്. മീൻസ് ഒരാളുടെ അല്ലെങ്കിൽ ആളുകളുടെ ടെമ്പററി ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അവർ എവിടെയാണോ ജീവിക്കുന്നത് അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള പ്ലേസിലേക്ക് അവർ ടെമ്പററി ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ടൂറിസം എന്ന് പറയാം. നോർമലി അവരെവിടെയാണോ ലിവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നു. നെക്സ്റ്റ്, ആ പോകുന്ന ടൈമിൽ 1 or more nights അവിടെ സ്റ്റേ ചെയ്യും. ചിലപ്പോൾ ഒന്നോ അതിലധികമോ ഡേയ്സ് അവിടെ സ്റ്റേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയെ നമ്മൾ വിളിക്കുന്നതാണ് ടൂറിസം. Tourism is a temporary movement of people to destination outside their place where they normally live and work, and there is a stay of 1 or more nights. People travel for pleasure, trade or any other purpose. ഇനി എന്തിനാണ് ഇങ്ങനെ ടെമ്പററി മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് പ്ലഷറിന് വേണ്ടി, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് മീൻസ് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പർപ്പസ് കൊണ്ടായിരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർപ്പസ് കൊണ്ട് ഒരു ആള് ടെമ്പററി ആയിട്ട് മൂവ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ലിവിങ് പ്ലേസിൽ നിന്ന് എങ്കിൽ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒന്നോ അതിലധികമോ നൈറ്റ്സ് സ്റ്റേ ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് ടൂറിസം എന്ന് പറയാം. അപ്പോൾ ടൂറിസത്തിൽ ആളുകൾ മൂവ് ചെയ്യുന്നത് ടെമ്പററി ആയിട്ടാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് ടെർമിനോളജി ടൂർ. ടൂർ ഈസ് എ ജേർണി ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് കമ്മിങ് ബാക്ക് അറ്റ് ദി എൻഡ് ടു ദി പ്ലേസ് വേർ ദ പേഴ്സൺ സ്റ്റാർട്ടഡ് ദ ജേർണി. നമ്മളൊരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്തിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകുന്നു, എന്നിട്ട് അതേ പ്ലേസിൽ തന്നെ ആ യാത്രയുടെ അവസാനം വന്ന് നിൽക്കുകയാണെങ്കിൽ അത്തരം യാത്രകളെ നമുക്ക് ടൂർ എന്ന് പറയാം. അപ്പം ടൂറിൻ്റെ പർപ്പസ് അവിടെ മൂവ് ചെയ്യുന്നുണ്ട്, ടെമ്പററി ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിന് മൂവ് ചെയ്തതിന് ശേഷം പിന്നെയും തിരിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എത്തുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ജേർണിയാണ് ടൂർ. നമുക്കറിയാം, സ്റ്റഡി ടൂർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ പോകുന്നു, നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിൽ തന്നെ എത്തുന്നു. ഇത് ടൂറാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള വേർഡ്സിനെ നിങ്ങൾക്ക് തന്നെ ഒന്ന് കോൺസെപ്റ്റ് ആക്കി ഷെയർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടേം ആണ് ടൂറിസ്റ്റ്. ടൂറിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹൂ സീക്സ് ടു ഗെറ്റ് അവേ ഫ്രം ഹിസ് ഹോം ഫോർ എ ചേഞ്ച്. ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന്, അവരുടെ സ്വന്തം പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നതാണ് ടൂറിസ്റ്റ്. ഹി ഡിഡ് ട്രാവൽ ടു വേരിയസ് പ്ലേസസ് ഫോർ പ്ലഷർ, ഡൊമസ്റ്റിക് ഓർ ഫോർ അതർ റീസൺസ്. മീൻസ് അദ്ദേഹം യാത്രകൾ ചെയ്യുന്നത് ചിലപ്പോൾ പ്ലഷറിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺസിനായിരിക്കും. അപ്പം സ്വന്തം പ്ലേസ് വിട്ട് മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യാത്രകൾ തന്നെ നടത്തുന്ന ആളുകളാണ് ടൂറിസ്റ്റുകൾ. നെക്സ്റ്റ് വൺ, ബിസിനസ് ടൂറിസം. അപ്പോൾ ബിസിനസ് ടൂറിസം എന്താണെന്ന് നോക്കുക. എ കാറ്റഗറി ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ട്രാവൽ ഫോർ ബിസിനസ് പർപ്പസസ് സച്ച് ആസ് ട്രാവൽ ഫോർ മീറ്റിംഗ്സ്, കോൺഫറൻസസ് എക്സെട്ര. അപ്പം ടൂറിസം ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി. അതിൽ ഡീൽ ചെയ്യുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടി യാത്രകൾ ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളാണ്. മീറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ കോൺഫറൻസിന് വേണ്ടിയിട്ടാണ് ഒരാൾ യാത്രകൾ ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിനെ ബിസിനസ് ടൂറിസം എന്ന് പറയാം. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് അത്രയും ലാർജ് സ്കെയിലിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് മീറ്റിംഗ്സും കോൺഫറൻസുകളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഫ്രീക്വൻ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു ഏരിയയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു കാറ്റഗറിയാണ് ബിസിനസ് ടൂറിസം. നെക്സ്റ്റ് വൺ, leisure tourism. It is concerned with travel for pleasure or purposes other than business, which include taking holidays at home and abroad. അപ്പോൾ നമുക്ക് leisure tourism നോക്കിയാൽ ബിസിനസ് ടൂറിസത്തിൻ്റെ അല്ലാതെ പ്ലഷറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ആളുകൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൂറിസം ഇൻഡസ്ട്രിയുടെ ഏരിയ ആണ് leisure tourism. മീൻസ് ഒരു ഹോളിഡേ എടുക്കുന്നു, അല്ലെങ്കിൽ
വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ് ലേഷ്യർ ടൂറിസത്തിൻ്റെ പാർട്ടാണ്. ഇവിടെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല ആളുകൾ ട്രാവൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ടൂർ ഓപ്പറേറ്റർ. Tour operator means the person and organizations engaged in organizing and selling tours, destination, travels, etc. അപ്പോൾ ടൂറുകൾ ഓർഗനൈസ് ചെയ്യുകയും അത് സെല്ല് ചെയ്യുകയും ക്യാഷിന് വേണ്ടി സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയും ഓർഗനൈസേഷൻസിനെയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ടൂർ ഓപ്പറേറ്റർ. നെക്സ്റ്റ് വൺ, പാക്കേജ് ടൂർ. പാക്കേജ് ടൂർ ഈസ് എ pre-arranged combination of at least 2 of the following components. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കോമ്പോണൻസിൽ ഏതെങ്കിലും രണ്ടോ അതിലധികമോ കോമ്പോണൻസിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ടൂർ പാക്കേജുകൾ അവൈലബിൾ ആണ്. മീൻസ് ട്രാൻസ്പോർട്ട് പ്ലസ് അക്കോമഡേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് പ്ലസ് അതർ ടൂറിസ്റ്റ് സർവീസസ്, അല്ലെങ്കിൽ അക്കോമഡേഷൻ പ്ലസ് അതർ ടൂറിസ്റ്റ് സർവീസസ്, അങ്ങനെ ഏതെങ്കിലും രണ്ടോ അതിലധികമോ ഫെസിലിറ്റീസ്, ഈ പറഞ്ഞ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള പ്രീ അറേഞ്ച്ഡ് കോമ്പിനേഷൻസിനെ ടൂർ പാക്കേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ടത്, ടൂർ ഓപ്പറേറ്റർ നമുക്ക് പ്രീ അറേഞ്ച്ഡ് ഫോമിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും രണ്ട് കോമ്പിനേഷൻ ഫെസിലിറ്റീസ് കമ്പൈൻ ചെയ്ത് തരും. അതിൻ്റെ ബേസിൽ നമ്മൾ യാത്രകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാക്കേജ് ടൂർ. പാക്കേജ് ടൂറിൽ ടൂറിസ്റ്റുകൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ എക്സ്പെക്റ്റേഷനിലാണ്. അപ്പോൾ ഇത്തരം സർവീസ് കിട്ടും എന്നുള്ള ആദ്യമേ പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ടൂറിസ്റ്റുകൾ യാത്ര സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, ട്രാവലർ. ട്രാവലർ ഇസ് എ പേഴ്സൺ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ സാറ്റിസ്ഫൈയിങ് ഹിസ് നീഡ്സ് ആൻഡ് വോൺസ് ഈസ് കോൾഡ് ട്രാവലർ. അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ട്രാവലർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ, ട്രാവൽ. ട്രാവൽ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ സാറ്റിസ്ഫൈയിങ് ഹിസ് ഓർ ഹെർ നീഡ്സ് ആൻഡ് വോൺസ്. നമുക്കറിയുന്നതാണ്, ഒരാൾ അദ്ദേഹത്തിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാവൽ എന്ന് പറയുന്നു. ഈ ടെർമിനോളജീസിനൊന്നും കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ, travel agent. Travel agent is a person, firm or corporation qualified for provide tours, cruises, transportation, hotel accommodation, meals and all other elements of a travel to the public as a service. ഒരു സർവീസ് എന്ന ഫോമിൽ ടൂറ്, അതുപോലെ ക്രൂയിസസ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, മീൽസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അല്ലെങ്കിൽ ഫേംസിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സുകളെ നമുക്ക് ട്രാവൽ ഏജൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടും അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ടൂറിസ്റ്റുകളുടെ അല്ലെങ്കിൽ ട്രാവലിൻ്റെ എല്ലാ എലമെൻസും പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പോൾ ആസ് എ സർവീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിചാരിക്കരുത് സർവീസിനായിട്ട്, മീൻസ് ക്യാഷ് ഒന്നും വാങ്ങാതെ എന്നുള്ളത് വിചാരിക്കരുത്. ബിസിനസ് രണ്ട് ടൈപ്പ് പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ അത് പ്രോഡക്ട്സ്, ഫിസിക്കൽ പ്രോഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാണുന്നതാണ് നമ്മൾ ബസ് സർവീസ് ഒക്കെ എന്താണ്, സർവീസ് ആണ്. അപ്പോൾ സർവീസ് ആണെങ്കിൽ അതെന്താണ്, പെയ്ഡ് ഫോം ഓഫ് സർവീസ് ആണ്. അപ്പോൾ പെയ്ഡ് ഫോം ഓഫ് സർവീസ് ആയിട്ടുള്ള ട്രാവൽസിൻ്റെ എല്ലാ എലമെൻസിനെയും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് മീൻസ് കമ്പനികളെയാണ് നമ്മൾ ട്രാവൽ ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രാവൽ ഏജൻറ്റ്സ് എന്താണെന്ന് നമുക്ക് അറിയുന്നതാണ്. ഒന്നുകിൽ അതൊരു പേഴ്സൺ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ഫേം ആയിരിക്കും, പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളായിരിക്കാം. നെക്സ്റ്റ് വൺ, എയർലൈൻ. A travel made by an aeroplane in order to reach a destination in the shortest possible time is called airlines. ഒരു ഡെസ്റ്റിനേഷനിൽ ഏറ്റവും കുറവ് സമയം കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു എയറോപ്ലെയിൻ നടത്തിയിട്ടുള്ള ഒരു ട്രാവലിനെ നമുക്ക് എയർലൈൻ എന്ന് വിളിക്കാം. അപ്പോൾ എയറോപ്ലെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എയർലൈൻ എന്ന് വിളിക്കുന്നു. ഓർക്കേണ്ട കാര്യം, ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം എടുത്ത് ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയാണ് എയർലൈൻ. മെയിനായിട്ട് 3 ടൈപ്പ് ട്രാൻസ്പോർട്ടാണുള്ളത്, എയർ, വാട്ടർ ആൻഡ് റോഡ്. അപ്പോൾ ഈ 3 എണ്ണത്തിലും ഏറ്റവും സ്പീഡിൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന സർവീസ് എയർലൈൻ സർവീസ് ആണ്.
Next one, hotel. A hotel is a place where a customer is provided with the following, such as accommodation, food and beverage, entertainment, services, and the customer has to pay for it. ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. അവിടെ കസ്റ്റമേഴ്സിന് ചില സർവീസുകൾ അവൈലബിൾ ആയിരിക്കും. മീൻസ് അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ബീവറേജ്, എൻ്റർടൈൻമെൻറ്റ്, മറ്റുള്ള സർവീസസ് ഇതെല്ലാം അവൈലബിൾ ആവുന്ന ഒരു പ്ലേസ് ആണ് ഹോട്ടൽ. കസ്റ്റമർ ഈ ഒരു സർവീസ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യണം. കസ്റ്റമർ ഹാസ് ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ ഏത് സർവീസ് ആണോ അവർ റിസീവ് ചെയ്യുന്നത് ആ സർവീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ബിവറേജ്, എൻ്റർടൈൻമെൻറ്റ്, സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേസ് ആണ് ഹോട്ടൽസ്. നെക്സ്റ്റ് വൺ, മോട്ടേൽ. Motel is a place which provides wayside amenities for tourists traveling by road, which provides under one roof all usual facilities expected by the tourist. റോഡിലൂടെ യാത്ര ചെയ്യുന്ന റോഡ് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാതരം അമ്യൂണിറ്റീസും മീൻസ് എല്ലാത്തരം സൗകര്യങ്ങളും ഒരുക്കുന്ന പ്ലേസുകളാണ് മൊട്ടേൽസ് എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ്സ് അണ്ടർ വൺ റൂഫ് ഓൾ ദ യൂഷ്വൽ ഫെസിലിറ്റീസ് എക്സ്പെക്റ്റഡ് ബൈ ദ ടൂറിസ്റ്റ്. ഒരു ടൂറിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാതരം ഫെസിലിറ്റീസും മൊട്ടേൽസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ത്രൂ റോഡ് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് മൊട്ടേൽസ്. നെക്സ്റ്റ് വൺ, റൊട്ടേൽ. എ ഹോട്ടൽ ഓൺ വീൽസ്. അപ്പോൾ വീലിൽ സഞ്ചരിക്കുന്ന ഒരു ഹോട്ടലാണ് റൊട്ടേൽ എന്ന് പറയുന്നത്. എ റൊട്ടേൽ ഓർ ഹോട്ടൽ ഓൺ വീൽസ് ഈസ് എ എയർ കണ്ടീഷൻഡ് കോച്ച് വിച്ച് പ്രൊവൈഡ് സ്ലീപ്പിംഗ്, അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓൾ ഇൻ വൺ. ഇപ്പോൾ എല്ലാതരം ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് കോച്ച് മീൻസ് വീൽസിൽ വർക്ക് ചെയ്യുന്ന യാത്ര ചെയ്യാൻ സൗകര്യമുള്ള എയർ കണ്ടീഷൻഡ് കോച്ചാണ് റൊട്ടേൽസ് എന്ന് പറയുന്നത്. അതിന് സ്ലീപ്പിംഗ് മീൻസ് അക്കോമഡേഷന്, ഫുഡ് ആൻഡ് ബിവറേജിന്, ട്രാൻസ്പോർട്ടേഷന് എല്ലാത്തിനും നമുക്കിത് യൂസ് ചെയ്യാം. ഓൾ ഇൻ വൺ ഫെസിലിറ്റീസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സ്ലീപ്പിംഗ് കോച്ച് ഹാസ് റൂംസ് വിത്ത് ദ ബെഡ് ഇൻ 3 tiers. 3 tier ഫോമിലുള്ള മീൻസ് 3 തട്ടിൽ ഫോമിൽ 3 tier ഫോമിലുള്ള ബെഡ് അവൈലബിൾ ആണ് ഈ എയർ കണ്ടീഷൻഡ് കോച്ചിൽ. അതുപോലെ കബോർഡ്, ക്ലോത്തുകൾ വെക്കാൻ വേണ്ടിയിട്ട് അലമാരകളും ഈ ഒരു റൊട്ടേലിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ലോബി. എ ലോബി ഈസ് എൻ ഏരിയ ഫർണിഷ്ഡ് വിത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആൻഡ് ഈസ് എ മീറ്റിംഗ് പ്ലേസ്. ഹോട്ടലിൽ താമസിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ, പുറത്തുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ലോബി. അതുകൊണ്ട് തന്നെ അത് വളരെ ഫർണിഷ്ഡ് ആയിട്ടുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉള്ള ഏരിയ ആയിരിക്കും. ദ ഫ്രണ്ട് ഓഫീസ് ഇസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ പ്രിമൈസസ് ഓഫ് ലോബി. ലോബിയുടെ പരിസരത്തായിട്ടാണ് ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവുക. അപ്പോൾ ഫ്രണ്ട് ഓഫീസിന്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് എപ്പോഴും ആൻഡ് എഫേർട്ട് ടു മേക്ക് ദ ലോബി അട്രാക്റ്റീവ് ആൻഡ് കൺവീനിയന്റ്. ലോബി കൂടുതൽ അട്രാക്റ്റീവും കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്സ് ഇടുന്നുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പോൾ ഇതാണ് ലോബി. ഓർക്കുക, ലോബി എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസിന്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. അവിടെ വെൽ ഫർണിഷ്ഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. അവിടെയാണ് ഹോട്ടലിലെ കസ്റ്റമേഴ്സ് മറ്റുള്ള ആളുകളെ മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് വൺ, ക്യൂസീൻ. The food stuff served in an aesthetic manner in a hotel or restaurant for both guests and visitors is known as cuisine. Cuisine means പാചക രീതിയാണ്. മീൻസ് ഒരു ഹോട്ടലിൽ അവരുടെ ഗസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ വിസിറ്റേഴ്സിന് ഏത് രീതിയിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരുടെ ഫുഡ് ഐറ്റംസ് സെർവ് ചെയ്യുന്നത് ആ രീതിയെ ക്യുസീൻ എന്ന് വിളിക്കുന്നു. പല രീതികളിൽ പല ഹോട്ടലിൽ അവരുടെ ഫുഡ് ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫുഡ് കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യാറുണ്ട്. ആ ഒരു മാനറിനെയാണ് ക്യുസീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ള പല ടൈപ്പ് ക്യുസീൻസ് ആണ്. മീൻസ് പല രീതിയിലുള്ള ഫുഡ് സ്റ്റഫിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളെയാണ് നമ്മൾ ക്യുസീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് കസ്റ്റമേഴ്സിന് സെർവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. നെക്സ്റ്റ് വൺ, കാസിനോ. ഹോട്ടൽസ് വിത്ത് ഗാംബ്ലിംഗ് ഫെസിലിറ്റീസ് ആർ കോൾഡ് കാസിനോ ഹോട്ടൽസ്. അപ്പോൾ ഹോട്ടൽ ഫെസിലിറ്റീസ് പ്ലസ് ഗാംബ്ലിംഗ് ഫെസിലിറ്റീസ്, ചൂത് വെക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടലുകളെയാണ് നമ്മൾ കാസിനോ എന്ന് വിളിക്കുന്നത്. പല സ്ഥാപനങ്ങളും ഗാംബ്ലിംഗ് ഫെസിലിറ്റീസും കൂടെ ഹോട്ടൽ ഫെസിലിറ്റീസിന് പുറമെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് കാസിനോസ്.
Next one, guest. Guest is a person or a group of persons occupied room and other facilities of a hotel or motel or other form of accommodation facilities or services of tourism in certain period. ഒരു certain പീരീഡിലേക്ക് ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഒരു മോട്ടലിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസോ സർവീസോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ആളുകളുടെ കൂട്ടത്തിനെയാണ് ഗസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മൊട്ടയിലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്, അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സർവീസ് ഒക്യുപ്പൈ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ആളുകൾ. ലാസ്റ്റ് ടെർമിനോളജി ഷെഫ്. ഷെഫ് ഈസ് എ വെരി കോമ്പറ്റീറ്റീവ് പൊസിഷൻ ഇൻ എൻ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ കൂടുതലായിട്ടും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഷെഫിൻ്റെ പൊസിഷൻ. ഡിഫറെൻറ്റ് പേഴ്സൺസ് ഡിവോട്ടഡ് ടു പ്രിപ്പയർ വേരിയസ് ഫുഡ് ഐറ്റംസ് ഇൻ എ ഹോട്ടൽ. ഒരു ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ പല ആളുകൾ മീൻസ് ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഹോട്ടലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഹോട്ടലിന് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്നതാണ് ഷെഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടൂറിസം റിലേറ്റഡ് ടെർമിനോളജീസ്. താങ്ക് യു.